Hello everyone. In this part, we'll see what is capital restructuring, its features, then advantages as well as disadvantages. Let's see what is capital restructuring. As you all know, it is one of the different types of financial services. It comes under the head fund-based financial service as fund or asset is directly involved. And ഇവിടെ capital restructuring is the process of changing the mix of a company's debt and equity. ഒരു കമ്പനിയുടെ ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്. നമുക്കറിയാം കമ്പനിയുടെ ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കടമെടുക്കുന്ന ക്യാപിറ്റൽ, ക്രെഡിറ്റർഷിപ്പ് ക്യാപിറ്റലാണ്. നേരെ മറിച്ച് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ ഓൺ ക്യാപിറ്റൽ, ഓണർഷിപ്പ് ക്യാപിറ്റലാണ് ഇക്വിറ്റി. അപ്പൊ ഇത് തമ്മിലുള്ള പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്. യൂഷ്വലി എന്തിനാണ് അത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് കൂട്ടാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ. നമുക്കറിയാം ഒരുപാട് ക്രൈസിസിലൂടെ നമ്മളെല്ലാവരും കടന്നു പോയിട്ടുണ്ട്, ലോകം കടന്നു പോയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇസ്രായേൽ വോർ, ഇറാൻ ഇസ്രായേൽ വോറിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് ബിസിനസ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എടുക്കുന്ന ഒരു മെത്തേഡാണ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്. ഇവിടെ എന്താണ് കമ്പനി ചെയ്യുന്നത്? ചേഞ്ച് ദ മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. കമ്പനി കുറച്ചുകൂടെ കടമെടുക്കണോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഓണർഷിപ്പ് ക്യാപിറ്റൽ കൂട്ടണോ, അങ്ങനത്തെ ഡിസിഷൻ എടുക്കുന്നതാണ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് റീഅറേഞ്ചിങ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡാണ് ബേസിക്കലി നമ്മളിവിടെ, സോറി അസറ്റ് സൈഡ് അല്ല, അസറ്റ് സൈഡ് ഒഴിച്ച് ബാക്കിയുള്ള സൈഡാണ് ബേസിക്കലി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? റീഅറേഞ്ച് ചെയ്യുന്നത്. Now let's see the features of capital restructuring. ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ഇവിടെ നമ്മൾ ക്യാപിറ്റൽ മിക്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ രണ്ട് ടൈപ്പ് ഓഫ് കാര്യങ്ങൾ കണ്ടെയ്ൻ ചെയ്യാം: ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് ആൻഡ് ഓണർഷിപ്പ് സെക്യൂരിറ്റീസ്. ഈ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയാണ് നമ്മൾ കടമെടുക്കുന്നത്, ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ് കമ്പനിയുടെ ഓൺ ഫണ്ട്സ്. ഇത് തമ്മിലുള്ള പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്. ആൻഡ് ഇവിടെ എന്തെങ്കിലും പെർട്ടിക്കുലർ സ്ട്രാറ്റജി ഉണ്ടാവും. അതായത് കമ്പനിയുടെ പെർഫോമൻസ് കൂട്ടണം, അല്ലെങ്കിൽ കമ്പനിയുടെ രണ്ട് കമ്പനി ഒന്നാവുന്ന പ്രോസസ്സ്, മേജർ പ്രോസസ്സിലൂടെ പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കമ്പനി മറ്റേ കമ്പനിനെ ഏറ്റെടുക്കുമെങ്കിൽ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി മറ്റേ കമ്പനിനെ ഏറ്റെടുക്കുക. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ശത്രുത കാരണം ഒരു കമ്പനിനെ അടിച്ചമർത്തി ഏറ്റെടുക്കുന്നതാണ് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ. അപ്പൊ അങ്ങനത്തെ ഒക്കെ പ്രോസസ്സ് പ്രിവെന്റ് ചെയ്യാൻ, കമ്പനിനെ മോർ ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അസറ്റിലും കാര്യങ്ങൾക്കും ഇവിടെ ചേഞ്ച് ഉണ്ടാവില്ല. ചേഞ്ച് ഉണ്ടാവുന്നത് എന്തിനായിരിക്കും? ഇവിടെ ലയബിലിറ്റി സൈഡിലായിരിക്കും ചേഞ്ചസ് വരുന്നത്. അതായത് ഇക്വിറ്റി ക്യാപിറ്റലും ലയബിലിറ്റീസിലുമാണ് ഇവിടെ നമ്മൾ എന്ത് വരുന്നത്? ചേഞ്ചസ് വരുത്തുന്നത്. അസറ്റിൽ നമ്മൾ തൊടുന്നതേ ഇല്ല. നമുക്ക് പിന്നെ അതുപോലെ തന്നെ വെറുതെ അങ്ങ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. സെബിയുടെ അതുപോലെ തന്നെ കമ്പനി ലോയുടെ, കമ്പനി ആക്ട് ഒക്കെ അനുസരിച്ച് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇതൊരു ഇന്റേണൽ പ്രോസസ് ആണ്. ബേസിക്കലി മെയിൻ ഡിസിഷൻ എടുക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. പക്ഷെ എക്സ്റ്റേണൽ ആയിട്ട് കമ്പനിയെ തന്നെ അതിന് എഫക്ട് ചെയ്യുന്നു ഉള്ളത് മാത്രം. ഓൾസോ ദർ വിൽ ബി ഇമ്പാക്ട് ഓൺ ഷെയർ ഹോൾഡർ വാല്യൂ. അതായത് ചിലപ്പോൾ ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്ങിന്റെ സമയത്ത് അത് നല്ലൊരു പോസിറ്റീവായി വരുമ്പോൾ അവിടെ ഷെയർ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് ചില സർക്കംസ്റ്റാൻസിൽ അത് നെഗറ്റീവായിട്ട് ഷെയർ പ്രൈസ് കുറയാനുമുള്ള ചാൻസ് ഉണ്ട്. ദീസ് ആർ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്. ആൻഡ് ഇതിൽ നിന്ന് തന്നെ വിൽ ഫൈൻഡ് ഔട്ട് സർട്ടൻ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ഒപ്റ്റിമൈസേഷൻ ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ്. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അതായത് ഡെറ്റ് എന്ന് പറയുന്നത് ഒരു ചീപ്പർ കോസ്റ്റ് വരുന്ന ഒരു കൈൻഡ് ഓഫ് സോഴ്സ് ആണ് ഡെറ്റ്. അപ്പൊ ഡെറ്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരുപാട് ക്രെഡിറ്റർഷിപ്പ് ക്യാപിറ്റൽ കൂട്ടിക്കഴിഞ്ഞ് ഓണർഷിപ്പ് ക്യാപിറ്റൽ കുറയ്ക്കുക, ഇക്വിറ്റി ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷൻ കുറച്ച് ഡെറ്റിന്റെ പ്രൊപ്പോർഷൻ കൂട്ടിയാൽ കമ്പനിയുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഇക്വിറ്റിയാണ് ഏറ്റവും കോസ്റ്റ് കൂടുന്ന ക്യാപിറ്റൽ. കോസ്റ്റ് അതിന്റെ മേലെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റ് കൂടുതലാണ്. ഡെറ്റ് ചീപ്പർ സോഴ്സ് ഓഫ് ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ ഡെറ്റ് കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. നമുക്കറിയാം, നമുക്ക് ഡെറ്റ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കടം എടുത്തു കഴിഞ്ഞാൽ, അഥവാ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മേലെ എന്തും അടയ്ക്കണം? ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഈ ഇൻട്രസ്റ്റ് നമുക്ക് ടാക്സിൽ
കുറയ്ക്കാൻ പറ്റും. ഓൾസോ നേരത്തെ കണ്ട പോലെ ചില കേസിൽ ഷെയർ ഹോൾഡർ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോസ്റ്റൈൽ ടേക്ക് ഓവേഴ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. എന്തായിരുന്നു ഹോസ്റ്റൈൽ ടേക്ക് ഓവേഴ്സ്? ഒരു കമ്പനി മറ്റേ കമ്പനീനെ ശത്രുത കൊണ്ട് ടേക്ക് ഓവർ ചെയ്യുന്നത്. മോർ ഓവർ കമ്പനിക്ക് ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അതായത് ബാങ്ക്രപ്സി ക്രൈസിസും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കാഷ്, ഒരുപാട് ക്യാഷ് റിസർവ്സ് കമ്പനിക്ക് ഉണ്ടെങ്കിൽ അത് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കും? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് വേണ്ടാത്ത ഒരുപാട് ക്യാഷ് റിസർവ്സ് ഉണ്ടെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി സഹായിക്കും? റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. So these are the various advantages of capital restructuring. Now let's also see some of the disadvantages. ഇത് ഒരു ഫിനാൻഷ്യൽ റിസ്ക് കൂടിയാണ്. കാര്യം എന്താണ്? നമുക്ക് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഡിസൈഡ് ചെയ്യുന്നു കമ്പനിയുടെ ക്രെഡിറ്റർഷിപ്പ് ക്യാപിറ്റൽ കൂട്ടുന്നു, ഒരുപാട് ഡെറ്റ് എടുക്കുന്നു, കടമെടുക്കുന്നു. ഒരുപാട് കടം എടുത്ത കമ്പനി എന്ത് ചെയ്യണം? അതിൽ വെറുതെ ആരെങ്കിലും നമുക്ക് പൈസ തരുമോ? ഇല്ല, ഇൻട്രസ്റ്റ് അടയ്ക്കണം. അപ്പൊ ഇൻട്രസ്റ്റ് അടയ്ക്കണമെങ്കിൽ കമ്പനിക്ക് എന്ത് വേണം? കമ്പനിക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള പൈസയും കാര്യങ്ങളും വേണം. അപ്പൊ ഒരുപാട് ഇൻട്രസ്റ്റ് ബേർഡൻ ആണെങ്കിൽ അത് കമ്പനിയുടെ ഫിനാൻഷ്യലി അൺസ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ലീഡ് ചെയ്യും. ഓൾസോ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ലീഗൽ റെസ്ട്രിക്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലോൺ തരുന്ന ആൾക്കാരും അവർക്ക് എന്ത് ചെയ്യും? കമ്പനിക്ക് ലീഗൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കാൻ ചാൻസ് ഉണ്ട്. മോർ ഓവർ ട്രാൻസാക്ഷൻ കോസ്റ്റ്, അതായത് നമുക്ക് വെറുതെ ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാങ്കേഴ്സ്, ലീഗൽ അഡ്വൈസേഴ്സ്, ഓഡിറ്റേഴ്സ്. ഇവരൊക്കെ ഒരുപാട് ഫീസ് ചാർജ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് നെഗറ്റീവായിട്ട് ഷെയർ പ്രൈസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. മോർ ഓവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ റീസ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പം ചിലപ്പോൾ നമ്മൾ ഇക്വിറ്റി പ്രൊപ്പോർഷൻ കുറയ്ക്കും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രൊപ്പോർഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പൈസ തിരിച്ചു കൊടുക്കും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കൊടുക്കും. അപ്പോൾ കമ്പനി തിരിച്ചു കൊടുക്കുമ്പോൾ കമ്പനിയുടെ ക്യാഷ് റിസർവ്സ് അവിടെ കുറയും, കമ്പനിയുടെ കയ്യിലുള്ള പൈസ കുറയും. സോ പൈസ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിക്ക് അത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്കോപ്പും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്കോപ്പും ഒക്കെ അവിടെ കുറയും. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഡിസ്ട്രാക്ഷൻ, അതായത് നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിങ്ങിന് ഒരുപാട് സം ഓഫ് മണിയുടെ ആവശ്യം ഉണ്ടാവും. ആ മണിയുടെ ആവശ്യം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് സഫീഷ്യന്റ് പൈസ തികയാതെ വരും. സോ ഇറ്റ് ലീഡ്സ് ടു ഡിസ്ട്രാക്ഷൻ ഇൻ ദ കേസ് ഓഫ് മാനേജ്മെന്റ്. So these are the various disadvantages of capital restructuring. In this part, we have seen what is capital restructuring, its features, advantages as well as disadvantages.